ഹായ് കൂട്ടുകാരെ, റെയിൻ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബോഗൻ വില്ലയുടെ കെയറിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ബോഗൻ വില്ലയിലേക്ക് കൊടുക്കേണ്ട ഫെർട്ടിലൈസറിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മളപ്പോൾ അടിപൊളി ഒരു ഫെർട്ടിലൈസറുമായിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും. എങ്കിൽ പോലും നമ്മൾ ബോഗൻ വില്ലയ്ക്ക് ഫ്ലവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഒരു ടൈമിൽ ഇനി വരുന്ന സമയങ്ങളിൽ നല്ല ഫ്ലവർ കിട്ടാൻ വേണ്ടി നമുക്ക് ബോഗൻ വില്ലയിൽ നല്ല ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ ആ ഒരു ഫ്ലവറിങ് നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ബോഗൻ വില്ല വെച്ചാൽ നമുക്ക് എന്തായാലും ഫ്ലവർ കിട്ടും, പക്ഷേ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റേതായുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡാപ്പ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് ഡാപ്പ് ഒരു 5-6 തരി വെച്ച് എല്ലാത്തിനും ഇട്ട് കൊടുക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് നനച്ചിട്ട് വേണം നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് NPK ആണ്. NPK 19-19 എന്ന വളമാണ് നമ്മൾ വളക്കടയിൽ നിന്ന് മേടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് എല്ലാ വളക്കടകളിലും കിട്ടും. നല്ലൊരു ഫെർട്ടിലൈസറാണ് ബോഗൻ വില്ലയ്ക്ക്. ഇത് ഫോളിയാറായിട്ട് നമുക്ക് ഇലകളിൽ അടിച്ചു കൊടുക്കാം. ഫോളിയാർ എന്ന് വെച്ചാൽ ഇലകളിൽ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ രാവിലെയാണ് സ്പ്രേ ചെയ്തത്, പക്ഷെ രാവിലെ അത്ര നല്ലതല്ല. എപ്പോഴും രാസവളം കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളാണ് കുറച്ച് ബെറ്റർ. അപ്പോൾ വൈകുന്നേരങ്ങൾ ഒരു 5 to 6, 7 മണിക്കകത്ത് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ. കാര്യം ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഈ പ്ലാന്റ്സിന് ചിലപ്പോൾ ഇത് ചിലപ്പോൾ കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള രാസവളങ്ങൾ കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ അടിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇതൊരു പിങ്ക് കളറിലുള്ള ഒരു വളമാണ്. പിങ്ക് കളറാണ് ഇതിൻ്റെ. മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും ഇത്. കാര്യം ഇത് ഓർക്കിഡിനും ഒക്കെ നമ്മൾ ഫ്ലവർ ചെയ്യാൻ എല്ലാ പ്ലാന്റ്സിനും അടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു വളമാണ് NPK 19-19. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡോസേജിൽ തന്നെ കൊടുക്കണം. ഒരു ചെറിയ സ്പൂണിന് 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് കലക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് നോക്കാം. നല്ലൊരു പിങ്ക് കളറിലാണ് ഇത് നമ്മൾ കാണുന്നത്. ഇതാണ് ഐറ്റം. നല്ല പിങ്ക് കളറാണ് ഇതിന്. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിലിട്ട് പിന്നെ നനവൊന്നും പറ്റാതെ അതേപോലെ വെയിൽ കൊള്ളാതെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അലിഞ്ഞ് കേടായി പോവും. അപ്പോൾ ഇത് വെയിൽ കൊള്ളാത്ത എവിടെയെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ ഈ ടിന്നിൽ നമ്മൾ എടുത്തിട്ടുണ്ട് 2 ടിന്ന്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ടിന്നെടുത്ത് അതിൽ ഇട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ.